Dear students, very good morning all. Once more all are welcome to Financial Accounting new video classroom. Our last class company accounts then issue of debentures. In theory part we discuss the accounting procedure that means issue of debentures. Issue of debentures. Issue of debentures, that is practical point of view. Then issue of debentures can be issued for cash, issued for consideration other than cash, then issued as collateral security. ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഒന്നുകിൽ ക്യാഷിനും അതല്ലെങ്കിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ദെൻ ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി. ഈ മൂന്ന് വിധത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന മൂന്ന് വേസ് അല്ലെങ്കിൽ മൂന്ന് കേസാണ്. ഒന്ന് ഫോർ ക്യാഷ്, ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. രണ്ടാമത്തെ കേസ് ദെൻ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, കൺസിഡറേഷൻ other than cash, other than cash. അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബിസിനസ് ഒന്നായിട്ട് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അസറ്റ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്ന സമയം അതിന് ക്യാഷ് കൊടുക്കണം. അപ്പോൾ ആ ക്യാഷ് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അതാണ് സെക്കൻഡ് കേസ്, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ദെൻ ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി, കൊളാറ്ററൽ സെക്യൂരിറ്റി. ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി. കൊളാറ്ററൽ മീൻസ് ഇൻ അഡീഷൻ ടു. അപ്പോൾ നമ്മൾ പ്രൈമറി ആയിട്ട് ഒരു സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സെക്യൂരിറ്റി തികയാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഫേസ് വാല്യൂ നമ്മൾ എടുത്തിട്ടുള്ള ലോൺ എമൗണ്ടിന് ഈക്വൽ അല്ലാത്ത കേസ് വരുമ്പോൾ ബാങ്കുകാർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡിമാൻഡ് ചെയ്യും സെക്കൻഡറി അല്ലെങ്കിൽ സബ്സിഡിയറി സെക്യൂരിറ്റി ആവശ്യമുണ്ട്. അങ്ങനെ ആ ഒരു സബ്സിഡിയറി അല്ലെങ്കിൽ കൊളാറ്ററൽ ഓർ അഡീഷണൽ സെക്യൂരിറ്റി നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റ് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? കമ്പനിയുടെ ഈ ഡിബഞ്ചർ എന്ന് പറയുന്ന സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ഈ മൂന്ന് കേസസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ ഇഷ്യൂ ഫോർ ക്യാഷ്, ഇഷ്യൂ ഫോർ ക്യാഷ്, ക്യാഷിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇതിന്റെ കേസിൽ രണ്ട് ഓപ്ഷൻ ആണ് ഉണ്ടാവുക. ക്യാഷിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും മേജറായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മൂന്ന് കേസസ് ആണ്. നമ്മൾ പറഞ്ഞു ഫോർ ക്യാഷ്, ദെൻ സെക്കൻഡ് വൺ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, തേർഡ് വൺ ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി. ഓക്കെ, ദെൻ ഈ ഫോർ ക്യാഷ് ഇഷ്യൂഡ് ഫോർ ക്യാഷ് ഉള്ളതിന് രണ്ട് കേസസ് ആണ്. ഒന്നാമത്തെ കേസിൽ ലംസം എമൗണ്ട് പൂർണ്ണമായിട്ടും കളക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് when debentures are issued for cash in lump sum. അപ്പോൾ ഒരു ലംസം എമൗണ്ടിന് വേണ്ടി ലംസം എമൗണ്ടിന് ക്യാഷ് ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയം തന്നെ അതിന്റെ ഫുൾ എമൗണ്ടും എന്താണ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു കേസ്. രണ്ടാമത്തെ കേസ് ദെൻ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് ബേസ്, ഇൻസ്റ്റാൾമെന്റ് ബേസ്. ഇങ്ങനത്തെ രണ്ട് കേസാണ് ഉണ്ടാവുക. ഓക്കെ, വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. അപ്പോൾ ഒരുപാട് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ക്യാഷ് നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇവിടെയൊക്കെ നടക്കുന്നത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഇനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിയുടെ കൈവശം ഉണ്ടായിരുന്ന കടപ്പത്രം പുറത്തുള്ള ആളുകൾക്ക് വിറ്റഴിക്കപ്പെടുകയാണ്. ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ വിറ്റഴിക്കപ്പെടുന്നു. അത് വിറ്റഴിക്കപ്പെടുമ്പോൾ എന്ത് കിട്ടും? അതിൻ്റെ മുഖവിലയിലുള്ള റേറ്റ് എന്താണോ അത് ജനറൽ പബ്ലിക്കിൽ നിന്ന് നമ്മൾ എന്താണ് കമ്പനി കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്ന രണ്ട് വേസ്, ഒന്ന് ലംസം എമൗണ്ട് കളക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ കേസ് ഇൻസ്റ്റാൾമെന്റ് ബേസിൽ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് ബേസിൽ കളക്ട് ചെയ്യുമ്പോൾ ലംസം ബേസിൽ കളക്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? ലംസം ബേസിൽ കളക്ട് ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? എല്ലായ്പ്പോഴും ക്യാഷ് അല്ലെങ്കിൽ എമൗണ്ട് ഫേമിലേക്ക് വരുമ്പോൾ അസറ്റിന്റെ വോളിയം കൂടുകയാണ്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ,
ഡിബഞ്ചർ അക്കൗണ്ട്. ക്ലിയർ? ഇപ്പോൾ ലംസം എമൗണ്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഓൺലി വൺ ജേണൽ എൻട്രി. ഇനി ഇൻസ്റ്റാൾമെന്റ് ബേസിൽ ഫോർ ക്യാഷിന് തന്നെ രണ്ടാമത്തെ കേസാണ് ഇൻസ്റ്റാൾമെന്റ് ബേസിൽ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ബേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെല്ലാം അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ ആൻഡ് തേർഡ് ആൻഡ് ഫൈനൽ കോൾ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫണ്ട് കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? ഇതാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കമ്പനി അക്കൗണ്ട്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ജേണൽ എൻട്രി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ജേണൽ എൻട്രി എഴുതുക. പക്ഷെ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം, അതായത് എമൗണ്ട് ഡ്യൂ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് അത് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യലാണ്. ഏതിൽ? ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കേസിൽ. അതേസമയം ഡിബഞ്ചറിന്റെ കേസിൽ ഡിബഞ്ചർ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അതായത് ഫുൾ എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് ബേസിൽ നമ്മൾ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേജിലും അത് ഷെയർ ക്യാപിറ്റലിലേക്ക്, ഷെയർ ആണെങ്കിൽ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് പകരം ഇവിടെ എന്ത് ചെയ്യുന്നു, ഓരോ കേസിലും അത് ഡിബഞ്ചർ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? എന്താണ് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഉണ്ടാവുക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇതാണല്ലോ ജേണൽ എൻട്രി ഉണ്ടാവുക. അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക്, ബാങ്കിലേക്ക് ഫണ്ട് വന്നു, ഡിബഞ്ചർ അപ്ലിക്കേഷൻ മുഖേന, അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കേസിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഏത്, അപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ അപ്ലിക്കേഷൻ സ്റ്റേജിലൂടെ നമുക്ക് എന്ത് കിട്ടി, ഫണ്ട് കിട്ടിയതായിട്ടാണ് നമ്മൾ കാണിക്കുക. ഇനി എന്ത് ചെയ്യണം, ഈ അപ്ലിക്കേഷൻ മണിയിലുള്ളത് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്ലിക്കേഷൻ മണി ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്യാപിറ്റലിന് പകരം ഇവിടെ എന്താ ഉണ്ടാവുക, ഡിബഞ്ചർ ആണ് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ സെക്കൻഡ് ജേണൽ എൻട്രി എന്തുണ്ടെന്ന്, ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ അപ്ലിക്കേഷൻ സ്റ്റേജ് ഇവിടെ കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ? അതായത് ഷെയറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്താ എഴുതുക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഡിബഞ്ചർ ആയപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. ദെൻ അപ്ലിക്കേഷൻ മണി ഏതിലേക്ക്, ഷെയറിന്റെ കേസിലാണെങ്കിൽ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഡിബഞ്ചറിന്റെ കേസിലാകുമ്പോൾ ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യണം, അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നതായിട്ട് കാണിക്കണം. ഓൺ അലോട്ട്മെന്റ് മണി ഡ്യൂ ഇതൊക്കെ നേരത്തെ നിങ്ങൾ പഠിച്ചുള്ള കേസാണ്. ഇനി നമ്മൾ സെക്കൻഡ് കേസാണ് റൈറ്റ് ചെയ്യുന്നത്. ഓൺ അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി ഡ്യൂ. അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുമ്പോൾ വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? എന്താണ് അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുമ്പോൾ ജേണൽ എൻട്രി ഉണ്ടാവുക? അതായത് അപ്ലിക്കേഷന്റെ കേസിൽ അപ്ലിക്കേഷൻ വിറ്റു, അതിലൂടെ നമുക്ക് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി. അതായത് അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുമ്പോൾ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഏതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് പോകേണ്ടത്, ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ടു ഡിബഞ്ചർ അക്കൗണ്ട് ആണ്. ഇനി അലോട്ട്മെന്റ് മണി കിട്ടിക്കഴിയുമ്പോൾ, ദാറ്റ് മീൻസ് ഓൺ റിസീറ്റ് ഓഫ് അലോട്ട്മെന്റ് മണി, ഈ അലോട്ട്മെന്റ് മണി കിട്ടുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി ഉണ്ടാവുക? The first journal entry, that means on allotment money due. Allotment money due ആവുമ്പോൾ the on receipt of allotment money, receipt of allotment money, then what is the journal entry? എന്താ journal entry ഉണ്ടാവുക? That means bank account debtor, bank account
ഡെറ്റർ ടു ഇവിടെ എന്താണോ ഡെബിറ്റ് ചെയ്ത് വെച്ചത് അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. സോ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട്, ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ക്ലിയർ ആയോ? ഇതുപോലെ ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, തേർഡ് കോള് ഇങ്ങനെ നമ്മൾ റൈറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും എല്ലാം റൈറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് കോള് ഡ്യൂ ആവുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? എന്താ ഫസ്റ്റ് കോള് ഡ്യൂ ആവുമ്പോൾ ജേണൽ എൻട്രി ഉണ്ടാവുക? ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? അതുണ്ടാവും. ദാറ്റ് മീൻസ് ഏത് ഇതിലാണോ ഡ്യൂ ആവുന്നത് കോളിലാണ്, ഫസ്റ്റ് കോളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് റൈറ്റ് ചെയ്യും? ഡിബഞ്ചർ കോൾ അക്കൗണ്ട്. ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ. ഇനി ഇത് സെക്കൻഡ് കോൾ ആകുമ്പോൾ ഈ ഫസ്റ്റ് കോൾ ഉള്ളത് ഉണ്ടാവും, സെക്കൻഡ് കോൾ ഉണ്ടാവും. തേർഡ് കോൾ ആകുമ്പോൾ തേർഡ് ആൻഡ് ഫൈനൽ കോൾ ആകുമ്പോൾ തേർഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്, ടു ഡിബഞ്ചർ അക്കൗണ്ട്. Then first call money receive ചെയ്യുമ്പോൾ what is the journal entry? Bank account debtor, bank account debtor to debenture, to debenture first call account. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതേ കേസ് തന്നെയാണ് സെക്കൻഡ് കോൾ വരുന്ന സമയത്ത് ഇവിടെ സെക്കൻഡ് കോൾ ആവും, അതുപോലെ ഇവിടെയും സെക്കൻഡ് കോൾ ആവും. തേർഡ് ആൻഡ് ഫൈനൽ കോൾ വരുന്നവർക്ക് ഇവിടെ തേർഡ് ആൻഡ് ഫൈനൽ കോൾ വരും, ഇവിടെയും തേർഡ് ആൻഡ് ഫൈനൽ കോൾ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ക്ലിയർ ആയി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ എന്താണ്? പാറിന് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ആണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. പാറിന് ഇഷ്യൂ ചെയ്യുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. പാറിന് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഓക്കെ, അപ്പോൾ പാറിന് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ് വാല്യൂ ഈസ് ഈക്വൽ ടു ഇഷ്യൂഡ് പ്രൈസ്. ഫേസ് വാല്യൂ ഇഷ്യൂ പ്രൈസും ഈക്വൽ ആകുമ്പോഴാണ് അത് പാറിന് ഇഷ്യൂ ചെയ്തു എന്ന് പറയാം. ദെൻ ഫേസ് വാല്യൂ ലെസ് ദാൻ ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസിനേക്കാളും കുറവാണ് ഫേസ് വാല്യൂ എങ്കിൽ, അതായത് ഫേസ് വാല്യൂവിന്റെ അളവ് കുറവും ഇഷ്യൂ പ്രൈസ് കൂടുതലുമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ ഫേസ് വാല്യൂ ലെസ് ദാൻ ദ ഇഷ്യൂ പ്രൈസ്. അപ്പോൾ ഇവിടെ ഫേസ് വാല്യൂ കുറവുമ്പോൾ ദാറ്റ് മീൻസ് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തു എന്നാണ് പറയാം. പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തു. ദെൻ ഫേസ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസിനേക്കാളും കൂടുതലാണ് ഫേസ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ അത് എന്തിന് ഇഷ്യൂ ചെയ്തു എന്ന് പറയും? ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തു എന്ന് പറയും. എക്സാമ്പിൾ, 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഡിബഞ്ചർ 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫേസ് വാല്യൂ ഇഷ്യൂ പ്രൈസും സെയിം ആണ്. ദെൻ ഫേസ് വാല്യൂ 10 രൂപ ഉള്ള ഡിബഞ്ചർ നമ്മൾ 13 റുപ്പീസിന് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അത് പ്രീമിയത്തിന് വിറ്റു എന്നാണ് പറയുക. ദെൻ ഫേസ് വാല്യൂ 10 ഉള്ള ഡിബഞ്ചർ നമ്മൾ 9 റുപ്പീസിന് സെയിൽ ചെയ്യുന്നു. അപ്പോൾ അത് ഡിസ്കൗണ്ടിന് വിറ്റു എന്നാണ് പറയുക. ഫേസ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസ് 9 ആണ്, ഇതിനേക്കാൾ കൂടുതലാണ് ഫേസ് വാല്യൂ. ദെൻ ഫേസ് വാല്യൂ ഇവിടെ ഇഷ്യൂ പ്രൈസിനേക്കാളും കുറവാണ്. അങ്ങനെയാണെങ്കിൽ പ്രീമിയത്തിന്, ഇനി പ്രീമിയത്തിനും ഡിസ്കൗണ്ടിനും ഇഷ്യൂ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി ഇൻ ദ കേസ് ഓഫ് ഡിബഞ്ചർ? നമുക്ക് നോക്കാം. സാധാരണ കേസിൽ അലോട്ട്മെന്റ് സ്റ്റേജിലാണ് പ്രീമിയത്തിനും ഡിസ്കൗണ്ടിനും ഈ പറയുന്ന ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാറുള്ളത്. അപ്പോൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന കേസും അതുപോലെ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്ന കേസും നമ്മൾ റൈറ്റ് ചെയ്തു പോകുന്നത് എല്ലായ്പ്പോഴും ഏതിലായിരിക്കും? അലോട്ട്മെന്റ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ അലോട്ട്മെന്റ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലിക്കേഷൻ സ്റ്റേജിൽ അങ്ങനെ വരാറില്ല. അപ്ലിക്കേഷൻ സ്റ്റേജിൽ ജേണൽ എൻട്രി റൈറ്റ് ചെയ്യാം, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും ട്രീറ്റ് ചെയ്യാറുള്ളത് ഈ അലോട്ട്മെന്റ് സ്റ്റേജിൽ വെച്ചിട്ടാണ് ഫണ്ട് കളക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അലോട്ട്മെന്റ് സ്റ്റേജിൽ വെച്ചിട്ട് അത് കളക്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? എന്തായിരിക്കും അതിൻ്റെ ജേണൽ എൻട്രി ഉണ്ടാവുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് വെൻ ദ എമൗണ്ട് ഈസ് കളക്റ്റഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്.
Then when the amount is collected in installment, that means when allotment money is due. അപ്പോൾ അലോട്ട്മെന്റ് സ്റ്റേജിലാണ് ഇത് കളക്ട് ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് മീൻസ് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന കേസ് ഉണ്ടായിരിക്കും, അതുപോലെ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്ന കേസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകും പ്രീമിയത്തിനാണെങ്കിൽ. ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് ലോസ് ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ നേരത്തെ നമ്മൾ എക്സാമ്പിൾ കണ്ടതാണ്. 10 രൂപ വിലയുള്ള ഒരു ഡിബഞ്ചർ 50 രൂപക്ക് വിറ്റാൽ കമ്പനിക്ക് 1 രൂപ നഷ്ടമാണ്. അതേസമയം 10 രൂപ വിലയുള്ള ഡിബഞ്ചർ 13 രൂപക്കാണ് വിൽക്കുന്നതെങ്കിൽ 3 രൂപ കമ്പനിക്ക് ലാഭം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് അലോട്ട്മെന്റ് സ്റ്റേജിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ വെൻ അലോട്ട്മെന്റ് മണി വിത്ത് പ്രീമിയം ഈസ് ഡ്യൂ, അലോട്ട്മെന്റ് സ്റ്റേജിലാണ് സാധാരണ കേസിൽ ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണ്, അതുപോലെ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാം. എന്താണ് അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുമ്പോൾ ജേണൽ എൻട്രി ഉണ്ടാവുക? ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ, ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്, ഇത് ഡ്യൂ ആവുമ്പോഴുള്ള സാധാരണ ജേണൽ എൻട്രി ആണ്. അപ്പോൾ ഇവിടെ അലോട്ട്മെന്റ് സ്റ്റേജിലാണ് എന്ത് നടക്കുന്നത്? പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന കേസ് വരുന്നത്. ഓക്കെ, when the amount is collected in installment, that means on application, allotment or call money, anyway, then when allotment money with the premium is due, allotment money with the premium is due, with the പ്രീമിയത്തോട് കൂടി is due ആവുമ്പോൾ what is the journal entry? അപ്പോൾ ഡ്യൂ ആവുമ്പോഴുള്ള ജേണൽ എൻട്രി ആണ് അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു ഒരു അഡീഷണൽ എൻട്രിയും കൂടി ഇതിന് ആവശ്യമായി വരും. എന്താ വരിക? ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസിൽ ഇവിടെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് നോക്കാം. അത് മീൻസ് ഡിബഞ്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 രൂപയാണ് അതിന്റെ ഫേസ് വാല്യൂ. ഓക്കെ, അതിലൊരു മാറ്റമില്ല. ദെൻ എത്ര രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്? 3 രൂപയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ ഇത് രണ്ടും കൂടി ഡിബഞ്ചർ അലോട്ട്മെന്റ് മണി എത്ര കിട്ടാനുണ്ട്? 13 രൂപ കിട്ടാനുണ്ട്. ഓക്കെ, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്ത 3 രൂപയും ഒറിജിനൽ ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ 10 രൂപയും കൂടെ 13 രൂപ കിട്ടാനുണ്ട്. സോ allotment debenture allotment account enter ₹13, then to debenture account 10, then to security premium reserve account 3. Okay, ഇനി ഈ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്നു. then what is the journal entry? ഇത് റിസീവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും journal entry ഉണ്ടാവുക? on receipt of allotment money with premium, then what is the journal entry? bank account debtor to എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? ടു ഡിബഞ്ചർ അലോട്ട്മെന്റ്, എത്ര അവിടെ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തത്? അതേ എമൗണ്ട് ആണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്കിലേക്ക് എത്ര രൂപ വരും? 13 rupees വരും. ഓക്കെ, പ്രീമിയത്തിലായതുകൊണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് പ്രീമിയത്തിന് വിറ്റുന്നു എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ വാല്യൂയിൽ വിറ്റു, അതുകൊണ്ട് എക്സസ് രൂപ എന്ത് ചെയ്യുന്നു? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. ഇനി ഇതേ കേസ് ഡിസ്കൗണ്ടിലാണെങ്കിൽ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? അലോട്ട്മെന്റ് മണി വിത്ത് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ടിലാണെങ്കിൽ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? നമുക്കറിയാം ഡിസ്കൗണ്ടിലാണെങ്കിൽ അത് ലോസ് ആയിരിക്കും കമ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഇത് കോമൺ ആയിട്ടുള്ള ജേണൽ എൻട്രി ആണ്. ഇനിയാണ് പ്രീമിയത്തിനാണോ ഡിസ്കൗണ്ടിനാണോ എന്നുള്ളതിന്റെ ജേണൽ എൻട്രി റൈറ്റ് ചെയ്യുക. എല്ലായ്പ്പോഴും ഈ ഡിബഞ്ചറിന്റെ വാല്യൂ എത്ര രൂപ തന്നെ ആയിരിക്കും?
10 രൂപ തന്നെ ആയിരിക്കും. ഓക്കെ, 10 രൂപക്ക് തന്നെയാണ് അതിന്റെ ഫേസ് വാല്യൂ. അതിനെന്തുണ്ടാവില്ല, ഒരു ചേഞ്ചസും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ഡിബഞ്ചർ അലോട്ട്മെന്റിലേക്ക് വരുന്ന എമൗണ്ട് എത്ര, നഷ്ടം എത്ര രൂപ ഉണ്ടായി. നഷ്ടം ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതാണ് അക്കൗണ്ടിങ്ങിന്റെ റൂള്. എന്താ റൂള്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഓർ ഗെയിൻസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഡിസ്കൗണ്ട് അനുവദിച്ചു കൊടുത്തത് കൊണ്ട് ലോസ് ഉണ്ടായി. ആ ലോസിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എന്ത് പറഞ്ഞിട്ടാണ് ഡെബിറ്റ് ചെയ്യുക? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിസ്കൗണ്ട് ഓൺ issue of debenture account debtor. ഓക്കെ, എത്ര രൂപ നഷ്ടം ഉണ്ടായത്? 1 രൂപ നഷ്ടം സംഭവിച്ചു. അപ്പൊ ബാക്കി എത്ര രൂപയാണ് അലോട്ട്മെന്റിൽ ഡ്യൂ ആവുക? 9 രൂപ. ഓക്കെ, ഫേസ് വാല്യൂ 10 ആണ്. ആ 10ന് 1 രൂപ ഡിസ്കൗണ്ട് ആണ്. ബാക്കി 9 രൂപയാണ് അലോട്ട്മെന്റിന് ഡ്യൂ ആയിട്ടുള്ളത്. അപ്പൊ ഇനി ബാങ്കിലേക്ക് എത്ര രൂപ വരുള്ളൂ? ഈ 9 റുപ്പീസേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഈ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? എന്താ റിസീവ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഉണ്ടാവുക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു, ഇവിടെ എന്താണോ ഡെബിറ്റ് ചെയ്തത് അതാണ് വരിക. സോ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ഇവിടെ എത്ര രൂപയുള്ളത്? 9 റുപ്പീസ്. ബാങ്കിലേക്ക് എത്ര വരും? 9 രൂപ. ഓക്കെ, ദിസ് ഇസ് ദ ജേണൽ എൻട്രി. റൈറ്റ് ചെയ്യുക. അപ്പോൾ അലോട്ട്മെന്റിന്റെ കേസിൽ പ്രീമിയത്തിനാണെങ്കിലും അതുപോലെ ഡിസ്കൗണ്ടിനാണെങ്കിലും വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ കുറിച്ചുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ വളരെ സിമ്പിളാണ്. ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി അക്കൗണ്ട്സിന്റെ ജേണൽ എൻട്രി അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷെയറിന്റെ കേസിൽ ഷെയർ ക്യാപിറ്റലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക, ഇവിടെ ഡിബഞ്ചറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഷെയർ അലോട്ട്മെന്റ് എന്ന് വരുന്നതിന് പകരം ഡിബഞ്ചർ അലോട്ട്മെന്റ് എന്ന് പറയുന്നു. ഇതൊക്കെ സെയിം ആണ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, അത് ഇവിടെ ഡിബഞ്ചർ എന്ന് പറയുന്നു, മറ്റത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നു. ആ ഒരു മാറ്റമുള്ളൂ. അപ്പോൾ ഷെയർ എന്നുള്ളത് ഡിബഞ്ചർ എന്നാക്കി മാറ്റണം. ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ലംസം മെത്തേഡിൽ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: journalize the following in the books of a limited company. Case number 1, issued 2000 7% debentures of rupees 100 each. Case number 2, issued 3000 8% debentures of rupees 100 each at rupees 95. Then issued, case number 3, issued 1000 7% debentures of rupees 100 each at rupees 110. ഇപ്പോഴത്തെ കേസിൽ ഇത് പാറിനാണ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഡിസ്കൗണ്ടിനാണ്, തേർഡ് വൺ പ്രീമിയത്തിനാണ്. അപ്പോൾ ഇത് ലംസം എമൗണ്ട് കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ലംസം എമൗണ്ട് കളക്ട് ചെയ്യുന്ന സമയം, അതായത് പ്രീമിയത്തിൽ ലംസം എമൗണ്ട് കളക്ട് ചെയ്യുന്നു, ഡിസ്കൗണ്ടിൽ ലംസം എമൗണ്ട് കളക്ട് ചെയ്യുന്നു, പാറിൽ ലംസം എമൗണ്ട് കളക്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി റൈറ്റ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കേസ് എന്താ പറയുന്നത്? ഇഷ്യൂഡ് 2000 7% ഡിബഞ്ചേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 7% ഡിബഞ്ചേഴ്സ്, 8% ഡിബഞ്ചേഴ്സ്, അഗെയിൻ 7% ഡിബഞ്ചേഴ്സ്, ഇത് ഒന്നും ഇവിടെ ഒരു ഫിഗറുമായിട്ട് ആഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ഷൻ ചെയ്യുകയോ ഒരു ഫംഗ്ഷനും ചെയ്യേണ്ടതില്ല. കാരണം ഇത് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അവർ ആ ഡിബഞ്ചർ ഹോൾഡ് ചെയ്തതിൻ്റെ ബേസിൽ അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതൊന്നും ഇവിടെ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു കാൽക്കുലേഷൻ നടത്തേണ്ടതില്ല. ഇനിയിപ്പോൾ 2000 7% ആണോ, 100 7% ആണോ, 3000 8% കാണണ്ടേ, 1000 7, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. അതൊന്നും ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നില്ല. ഓക്കെ, അത് ചെയ്യാനുണ്ട്. കുറച്ചും കൂടി ചെല്ലുന്ന സമയം ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്ന കേസ് ഉണ്ട്. അവിടെ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. ഇവിടെ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജേണൽ എൻട്രി എഴുതാം. എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? ഇഷ്യൂഡ് 2000 7% ഡിബഞ്ചേഴ്സ് ഓഫ് rupees 100 each. അപ്പോൾ അത് പാറിനാണെന്ന് പറയും. അപ്പോൾ പാറിനാകുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? കേസ് നമ്പർ 1 ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഏത് പെർസെൻറ്റേജാ? 7%. അവർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റാ 7% ഡിബഞ്ചർ അക്കൗണ്ട്. എങ്ങനെ എമൗണ്ട് കിട്ടുന്നു? 2000 into 100, how much? 2 lakh. Okay,
2 lakh. This is the first case journal entry. Clear ആണോ? അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര രൂപ വന്നു? 2 ലാക്ക്. എങ്ങനെ വന്നത്? 2000 ഡിബഞ്ചർ 100 രൂപ വെച്ചിട്ട് ഇഷ്യൂ ചെയ്തു. സോ 7% ഡിബഞ്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് is 2 lakh. Case number 2. Issued 3000 8% debentures of rupees 100 each at rupees 95. 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ 3000 ഡിബഞ്ചർ 95 രൂപക്ക് ഇഷ്യൂ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ എത്ര രൂപ നഷ്ടമുണ്ട്? 5 രൂപ നഷ്ടമാണ്. ഓക്കെ, 100 രൂപയാണ് അതിന്റെ ഫേസ് വാല്യൂ, അത് വിൽക്കുന്നത് 95 രൂപക്കാണ്. അപ്പൊ 5 രൂപ നഷ്ടം. അങ്ങനെ എത്ര ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്? 3000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ടഡ്. സോ ഡിസ്കൗണ്ട് on issue of debenture account debtor. Discount on issue of debenture account debtor to 8% debenture account. ഇതാണ് ജേണൽ എൻട്രി. ഇനി എമൗണ്ട് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. 8% ഡിബഞ്ചേഴ്സ് 3000 into 100 rupees 3 lakh. തെറ്റിക്കാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. ദെൻ ഡിസ്കൗണ്ട് എത്ര രൂപയാണ് നമുക്ക് ലോസ് ഉണ്ടായത്? 5 രൂപ. എത്ര ഡിബഞ്ചറിന് ലോസ് ഉണ്ടായി? 3000 ഡിബഞ്ചറിന് ലോസ് ഉണ്ടായി. ഓക്കെ, 5 രൂപ വെച്ചിട്ട് 3000 ഡിബഞ്ചറിന് ലോസ് ഉണ്ടായി. അപ്പൊ 3000 into 5 എത്ര രൂപ വരും? 15,000. ഓക്കെ, അത്രയും രൂപയാണ് നമുക്ക് ലോസ് ഉണ്ടായത്. 15,000. എത്ര രൂപക്കാണ് നമ്മൾ വിറ്റിട്ടുള്ളത്? 95. ദാറ്റ് മീൻസ് 95 into 3000 2,85,000. 2,85,000. ഓക്കെ, അപ്പോൾ നമുക്ക് 3 lakh rupees ആണ് കിട്ടി. റൈറ്റ്. കേസ് നമ്പർ 3 എന്താ പറഞ്ഞത്? issued 1000 7% debentures of rupees 100 each at rupees 110. ഇവിടെ പ്രീമിയത്തിലാണ് എത്ര രൂപയാണ് എക്സസ് ആയിട്ടുള്ളത്? 100-നുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇവിടെ 100-ന് 95 ആയതുകൊണ്ട് 5 രൂപ നഷ്ടം. ഇവിടെ 100-ന് 110 ആയതുകൊണ്ട് 10 rupees പ്രോഫിറ്റ് ആണ്. 10 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 7% ആണ്. 7% ഡിബഞ്ചർ അക്കൗണ്ട്. then to security premium reserve account. ഓക്കെ, ഇനി എമൗണ്ട് നോക്കാം. ഇവിടെ യാതൊരു സംശയവുമില്ല, എല്ലായ്പ്പോഴും 7% ഡിബഞ്ചേഴ്സ് 8% ഡിബഞ്ചേഴ്സ് 7% ഡിബഞ്ചേഴ്സ് ഇതിന്റെ ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അതാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ എത്ര? 7% ഡിബഞ്ചറിലേക്ക് വരുന്ന എത്ര നമ്പറാ? 1000. എത്ര അതിന്റെ ഫേസ് വാല്യൂ? 100 ആണ്. സോ 1 lakh. നോ ഡൗട്ട് 1 lakh. ഓക്കെ, ഇനി നമുക്ക് എത്ര രൂപയാണ് എക്സസ് ആയിട്ട് കിട്ടിയത്? 10 രൂപ. എത്ര ഡിബഞ്ചറിനാണ് 10 രൂപ വെച്ച് കിട്ടിയത്? 1000 ഡിബഞ്ചറിന്. ഓക്കെ, അപ്പൊ 1000 into 10 10,000. 1000 into 10 10,000. ഇങ്ങനെ എത്ര രൂപ നമുക്ക് കിട്ടി? That means 1 ton into 1000. 1 ton into 1000. അപ്പൊ എത്ര രൂപ കിട്ടും? 1,10,000. This is the journal entry. Okay. അപ്പോൾ നമ്പർ ഓഫ് ഡിബഞ്ചറും ഒറിജിനൽ ഫേസ് വാല്യൂ ഇഷ്യൂഡ് പ്രൈസും തമ്മിൽ ചെക്ക് ചെയ്യുക. പ്രോഫിറ്റ് ആവാം, ലോസ് ആവാം, പാർ ആവാം. പാർ ആണെങ്കിൽ അവിടെ യാതൊരു കൺസിഡറേഷനും ഇല്ല, ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാം. ഇവിടെ 5 രൂപ 95 എന്ന് പറയുമ്പോൾ 5 രൂപ നഷ്ടം. ഈ 5 രൂപ നഷ്ടമാണോ ലാഭമാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ഈ 100 ഉള്ള സാധനം 95-ന് വിറ്റു, അപ്പൊ 5 രൂപ നഷ്ടം. 100 ഉള്ള വാല്യൂ 110-ന് വിറ്റു, അപ്പോൾ 10 രൂപ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ജേണൽ എൻട്രി റൈറ്റ് ചെയ്ത് പോവുക. ഇറ്റ്സ് ക്ലിയർ? താങ്ക് യു.